നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓയിലി സ്കിൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 5 ടിപ്സ് ആണ്. അപ്പോൾ ഈ 5 ടിപ്സ് പറയുന്നതിന് മുമ്പായിട്ട് സ്കിന്നിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പല ആൾക്കാർക്കും പല തരത്തിലുള്ള സ്കിന്നാണ്. ചില ആൾക്കാർക്ക് ഡ്രൈ, ചില ആൾക്കാർക്ക് നോർമൽ, ചില ആൾക്കാർക്ക് ഓയിലി, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്കിന്നുണ്ട്. സ്കിൻ കെയറിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ എല്ലാവരും തന്നെ കാണുന്നതാണ്. പക്ഷേ ഓയിലി സ്കിൻ ഉള്ളവർക്ക് എപ്പോഴുള്ള ഡൗട്ടാണ്, ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണോ, സൺസ്ക്രീൻ യൂസ് ചെയ്യണോ, ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യണം, സ്ക്രബ് യൂസ് ചെയ്യണോ, എത്ര തവണ യൂസ് ചെയ്യണം, ആഴ്ച യൂസ് ചെയ്യണോ അല്ലെങ്കിൽ മന്ത്ലി യൂസ് ചെയ്യണോ? ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, സ്കിൻ കെയർ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഞാൻ ഇതിന് മുമ്പുള്ള എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ് സ്കിൻ എന്നുള്ളത്. അപ്പോൾ ആ സ്കിന്നിനെ എത്രമാത്രം കെയർ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഓയിലി സ്കിന്നിൻ്റെ ടിപ്പ് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഓയിലി സ്കിൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്കിന്നിൽ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ അളവ് കൂടുതലാണെങ്കിലാണ് നമുക്ക് ഓയിലി സ്കിൻ ഉണ്ടാവുന്നത്. ഈ സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നാണ് സെബം ഫോം ചെയ്യുന്നത്. അതാണ് ഈ ഓയിലായിട്ട് പുറത്തേക്ക് വരുന്നത്. ഓയിലി സ്കിൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ബോയ്സിലാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. മെയിൽ ഹോർമോൺസ് ആണെങ്കിൽ ഈ സെബേഷ്യസ് ഗ്ലാൻസിന്റെ പ്രവർത്തനം കൂട്ടാൻ ഒരു മെയിൻ കാരണമാണ്. ഇവരിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഫേസ്, അതുപോലെ തന്നെ ചെസ്റ്റ് റീജിയൻ, ബോഡിയുടെ പല ഭാഗത്തും ഇവരുടെ ഓയിൽ സെക്രീഷൻ വളരെ കൂടുതലായിരിക്കും. ഇനി പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ടി ഷേപ്പിലായിരിക്കും ഓയിൽ സെക്രീഷൻ ഉണ്ടാവുന്നത്. അതായത് നെറ്റിയുടെ 2 ഭാഗം, മൂക്കിന്റെ ഭാഗം, അതുപോലെ തന്നെ താടിയുടെ ഈ ഭാഗം, ഇങ്ങനെ ഒരു ടി ഷേപ്പിലായിരിക്കും നമുക്ക് ഓയിൽ കാണാൻ സാധിക്കുന്നത്. ഓയിലി സ്കിൻ ഉള്ളത് ഒരിക്കലും ഒരു പ്രശ്നമല്ല, അത് നമ്മളൊരു ജനറ്റിക് ഫാക്ടറാണ്. പിന്നെ ഈ ഓയിലി സ്കിൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മെയിനായിട്ടും ഒരുപാട് പിമ്പിൾസ് ഉണ്ടാവാനുള്ള സാധ്യത ഇത്തരത്തിൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക് വളരെ കൂടുതലാണ്. പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ പിമ്പിൾസ് ഒന്നും ആയിരിക്കത്തില്ല, വലിയ വലിയ പിമ്പിൾസ് ആയിരിക്കും. അത് ഭയങ്കര പെയിൻഫുള്ളും ആയിരിക്കും. ആക്നെ ഇഷ്യൂസ് ഉണ്ടാവും, ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരിക്കും, വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരിക്കും, തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ഓയിലി സ്കിൻ ഉള്ളവർക്ക്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് നിരവധി മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫേസ് വാഷ് നോക്കാം. ഫേസ് വാഷിന്റെ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായിട്ടും ബെൻസോയിൽ പെറോക്സൈഡ്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് തുടങ്ങിയ കണ്ടന്റ് ഉള്ള ഫേസ് വാഷ് മാത്രമേ ഓയിലി സ്കിന്നുള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ്സ് ഒക്കെ തന്നെ സെബേഷ്യസ് ഗ്ലാൻസിനെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാനോ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. നമുക്ക് തോന്നിയ ഒരു ഫേസ് വാഷ് നമ്മൾ ഒരിക്കലും വാങ്ങിക്കരുത്. നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് എപ്പോഴും തന്നെ വാങ്ങിക്കാൻ. ഇപ്പൊ അത് ഓൺലൈൻ വാങ്ങിച്ചാലും ശരി, അല്ലെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാലും ശരി, ഞാൻ മേൽ പറഞ്ഞ കണ്ടന്റ്സ് ഒക്കെ തന്നെ അതിലുണ്ടോ എന്നുള്ളത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഓയിലി സ്കിന്നുള്ള ഒരാൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ബെൻസോയിൽ പെറോക്സൈഡ് ഒക്കെ കണ്ടന്റ് വരുന്ന ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഒരു ഇന്ന ബ്രാൻഡ് എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ ആയപ്പോൾ നിങ്ങൾ നോക്കി നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി. ഫേസ് വാഷ് ആക്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, എത്ര തവണ ഫേസ് വാഷ് ചെയ്യണം ഡെയിലി. ചില ആൾക്കാരുണ്ട് 4ഉം 5ഉം തവണയൊക്കെ ഫേസ് വാഷ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത്. അത് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓയിൽ സെക്രീഷൻ കൂടത്തേ ഉള്ളൂ. നിങ്ങളത് ചെയ്തതിന് ശേഷം ഫേസിൽ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും, ഓയിലിന്റെ സെക്രീഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. മാക്സിമം ഒരു 2 തവണ ഡെയിലി അതിന്റെ ആവശ്യമുള്ളൂ. രാവിലെ ഒരു തവണ, വൈകിട്ട് ഒരു തവണ, ഇത്രയും മതി. ഇത്രയും മാത്രമേ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യാവൂ. പിന്നീട് എപ്പോഴും ഇങ്ങനെ ഓയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നല്ലെങ്കിൽ ടിഷ്യൂ വൈപ്സോ അല്ലെങ്കിൽ വെറ്റ് വൈപ്സോ കയ്യിൽ വെക്കുക. ഇപ്പോൾ ഓയിൽ വരുന്ന സമയത്ത് നോർമലി നമ്മുടെ ഈ കവിളിന്റെ ഭാഗം ഇവിടെയൊക്കെയാണ് ഓയിൽ കാണുന്നത്. ജസ്റ്റ് നമ്മളതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. എപ്പോഴും ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത്തരത്തിൽ മാറ്റാൻ സാധിക്കും. രണ്ടാമത്തത് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ ഈ ഓയിലി സ്കിന്നുള്ളവർ ഉപയോഗിക്കണോ? എല്ലാവർക്കും ഒരു സംശയമാണ്. കാരണം മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് തന്നെ ഒരു ഓയിലി നേച്ചറാണ്. അപ്പോൾ ഈ ഓയിലി സ്കിന്നുള്ളവർ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ കൂടത്തല്ലേ ഉള്ളൂ? എല്ലാവർക്കുള്ള ഡൗട്ടാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മോയ്സ്ചറൈസർ എന്നുള്ളത് എല്ലാ ആൾക്കാരും, എല്ലാ ടൈപ്പ് സ്കിന്നുകാരും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. മോയ്സ്ചറൈസർ ശരിക്കും സ്കിന്നിന് കൊടുക്കുന്ന ഒരു പ്രോട്ടീനാണ്. എന്ന് വെച്ചാൽ എല്ലാ മോയ്സ്ചറൈസറും ഓയിലി സ്കിന്നുകാർക്ക് പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ കണ്ടന്റ്സ് ശ്രദ്ധിക്കേണ്ടത്. നോൺ കൊമേഡോജനിക്, ആൽക്കഹോൾ ഫ്രീ, ഓയിൽ ഫ്രീ തുടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ കിട്ടും. ഇങ്ങനെയുള്ള മോയ്സ്ചറൈസർ ആണ് ഓയിലി സ്കിന്നുള്ളവർ ഉപയോഗിക്കേണ്ടത്. അടുത്തത് സൺസ്ക്രീൻ ആണ്. ഇവിടെയും സംശയമാണ്, സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓയിൽനെസ് കൂടുമോ? ചില സൺസ്ക്രീൻ ഒക്കെ നമുക്കറിയാം, ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം പിന്നെ അങ്ങ് വിയർക്കും അല്ലേ? പിന്നെ ഓയിൽനെസ് കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ? സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കിന്നിനെ സൂര്യരശ്മിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കവറിംഗ് ആണ് സൺസ്ക്രീൻ. അപ്പോൾ അതെല്ലാവരും ഉപയോഗിക്കേണ്ടത്. അതിപ്പോൾ ഏത് ടൈപ്പ് സ്കിൻ ഉള്ളവരായാലും സൺസ്ക്രീൻ ഉറപ്പായിട്ട് യൂസ് ചെയ്യണം. പക്ഷെ ഉപയോഗിക്കുന്നതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ജെൽ ഫോർമുലേറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ കിട്ടും. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഫേസിലിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഈ സ്കിൻ തന്നെ ഇതിനെ അകത്തേക്ക് അങ്ങ് വലിക്കും.
അതിനുശേഷം നമ്മളിവിടെ തൊട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സൺസ്ക്രീൻ ആയിരിക്കണം ഓയിലി സ്കിന്നുള്ളവർ ഉപയോഗിക്കേണ്ടത്. ഇത് മാത്രമല്ല, മോർ ദാൻ 50% ഓഫ് SPF ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 6%ൽ കൂടുതൽ സിങ്ക് ഓക്സൈഡ് ഉണ്ടായിരിക്കണം. ഇതാണ് നല്ലൊരു സൺസ്ക്രീനിന്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഫേസ് സ്ക്രബാണ്. സ്ക്രബ് എന്നുള്ളത് എല്ലാവരും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം പറയാം, മുഖക്കുരുവൊക്കെ വന്ന് കുറച്ചിങ്ങനെ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സ്ക്രബ് ഇട്ട് നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ അത് പൊട്ടും. പിന്നെ അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പിന്നെ അത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുഖക്കുരു വന്നിരിക്കുന്ന സമയത്ത് ഈ സ്ക്രബ് ഇട്ട് ഒരുപാടിട്ട് ഉരയ്ക്കുന്നത് ഒഴിവാക്കണം. അപ്പോൾ കൂടുതലായിട്ടും ഫേസ് സ്ക്രബിങ് നാച്ചുറലായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ 1-2 വീഡിയോസിൽ നാച്ചുറൽ സ്ക്രബിങ് കാണിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് അരിപ്പൊടിയും തൈരും അല്ലെങ്കിൽ ഓട്സും തൈരും ഇതൊക്കെ നാച്ചുറൽ സ്ക്രബാണ്. ഇതിന്റെ ആവശ്യം ശരിക്കും ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിലി സ്കിന്നിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നീട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ ഓയിലി സ്കിന്നിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത്. അത് ഉറപ്പായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ, ഒരു ഡോക്ടറിനെ പോയി കണ്ടു വേണം അത് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആഡ്സ് ഒക്കെ കാണും, ഓയിലി സ്കിൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊഡക്ട്സ് കാണും. ഇതൊന്നും വാരി മേടിച്ചിടരുത്. ഉറപ്പായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് സൈഡൊക്കെ എടുക്കുമ്പോൾ നമ്മളൊരു ഡോക്ടറിന്റെ കീഴിൽ പോയി തന്നെ വേണം ആ ട്രീറ്റ്മെന്റ് എടുക്കാൻ. ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. റെറ്റിനോള്, ലോ എനർജി ലേസർ തെറാപ്പി ഉണ്ട്, കെമിക്കൽ പീലിംഗ് ഉണ്ട്, തുടങ്ങി നിരവധി പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ് സൈഡ് ഉണ്ട്. ഇത് ഒറ്റയ്ക്ക് പോയി പരീക്ഷിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ചില ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ല, കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല, ഗർഭിണികൾക്ക് ചെയ്യാൻ പാടില്ല, കൊളസ്ട്രോൾ BP പ്രശ്നമുള്ളവർക്ക് ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഡോക്ടറിനെ പോയി കണ്ട് തന്നെ ഇത് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.